ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐഫോണിൽ നമുക്ക് ലോഗോ, പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ Canva എന്ന് സെർച്ച് ചെയ്യണം. നമുക്കിവിടെ CANVA സെർച്ച് ചെയ്താൽ നമുക്കിവിടെ Canva എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഫസ്റ്റ് വരുന്ന ആപ്പ് തന്നെയാണ് Canva ഡിസൈൻ ഫോട്ടോ ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു ബ്ലൂ കളറിലാണ് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആസ്ക് ആപ്പ് നോട്ട് ടു ട്രാക്ക് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിൾ ID അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ID എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് Gmail ID എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇത് നമ്മൾ പേഴ്സണൽ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നോട്ടിഫിക്കേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നോട്ട് നൗ കൊടുക്കുക. നമുക്കിവിടെ ഒരുപാട് പോസ്റ്റേഴ്സ് കാണാം, കണ്ടോ? ഒരുപാട് പോസ്റ്റേഴ്സ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, യൂട്യൂബ് തംബ്നെയിൽസ് എല്ലാത്തിൻ്റെ നമുക്കൊരു എന്താ പറയുക, ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കാണാം. നമുക്കിതിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ ലോഡായി വരും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ലോഡായി വരുന്നതാണ്. ഇതിൽ നമുക്ക് കാണാം, നമുക്കിവിടെ എനിത്തിങ് വർത്ത് ഹാവിങ് ടേക്സ് ടൈം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് വരുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, കണ്ടോ, ഗുഡ് മോർണിംഗ് എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ അത് ഡിലീറ്റ് ആവും. നമുക്കങ്ങനെ എന്ത് നമുക്കിതിൽ ചെയ്യാം. ഇപ്പോൾ ബാക്ക് ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു ഫുഡ് മെനു ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിവിടെ ഫുഡ് മെനു എന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്കിവിടെ കാണാം ഫുഡ് മെനു എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, കണ്ടോ, ഒരുപാട് ഫുഡ് മെനൂസിൻ്റെ നമുക്ക് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഈ ഒരു ഫുഡ് മെനു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു ഫുഡ് മെനു ഇവിടെ ഇങ്ങനെ ലോഡായിട്ട് വരും. നമുക്കിവിടെ കാണാം, കണ്ടോ, നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റ്, നമ്മളെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഐറ്റംസ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും, പ്രൈസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഇതിലും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, ഒരുവിധം എല്ലാ ഐറ്റംസിൻ്റെയും നമുക്ക് പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ലോഗോ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലോഗോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലോഗോ നോക്കുക. നമുക്ക് ലോഗോ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇവിടെ ഒരുപാട് ലോഗോസിൻ്റെ ഡിസൈൻസ് നമുക്കിവിടെ കാണാം. കണ്ടോ, ഇതൊക്കെ കുറേയൊക്കെ പെയ്ഡ് ഉണ്ടാവും. അപ്പോൾ പെയ്ഡായിട്ടുള്ള നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ലോഗോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലോഡ് ചെയ്യുന്നത് കാണാം. കണ്ടോ, ഈ ഒരു ലോഗോ നമുക്ക് ഇഷ്ടപ്പെട്ടിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ഇന്ത്യ എന്നുള്ളതിന് പകരം നമുക്കിവിടെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ലോഗോസിൻ്റെ നമ്മളെ കമ്പനീൻ്റെ പേരോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ലോഗോസ്, പോസ്റ്റേഴ്സ്, ഒരുവിധം എല്ലാ ഐറ്റംസിൻ്റെയും കാറ്റഗറീസിൻ്റെ ടെംപ്ലേറ്റ്സ് ഇവിടെ അതിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഈ ഒരു ഹോമിൽ പോയാൽ നമുക്കിവിടെ എല്ലാ മോഡൽസും കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും, നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ നമുക്ക് ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒക്കെ പോസ്റ്റർ കാണാം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ഫോണിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യണില്ല, നമ്മളിതപ്പോൾ ഈ ഒരു സേവിൻ്റെ ഐക്കൺ കണ്ടോ, ഈ ഒരു സേവിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗാലറിക്ക് സേവ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ടോ, പ്രിപ്പയറിങ് ഈ ഒരു ഡിസൈൻ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തും എഡിറ്റ് ചെയ്യാം. എന്തും എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോസിലേക്ക് ഇത് സേവ് ആവുകയാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോട്ടോസിലേക്ക് നമുക്കിവിടെ സേവ് ഇമേജ് എന്ന് കൊടുക്കാം. കണ്ടോ, ഇനി നമ്മൾ തിരിച്ച് ഫോട്ടോസിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഫോട്ടോസിൽ ഈ ഒരു ഫോട്ടോ നമ്മൾ സേവ് ആയിരിക്കുന്നത് കാണാം. അതുപോലെ നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് മാത്രമല്ല, ഒരുവിധം എല്ലാ പോസ്റ്റേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ കാറ്റഗറീസിലുമുള്ള ഐറ്റംസ് ഇതിൽ അവൈലബിൾ ആണ്. എല്ലാത്തിനും ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാതും നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് യൂട്യൂബിൻ്റെ തംബ്നെയിൽസ് ഈസി ആയിട്ട് നമുക്ക് ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തംബ്നെയിൽസ് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ലോഗോസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരുവിധം എല്ലാ റെസ്യൂംസ്, CV, നമുക്ക് ജോലിക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റം CV ഇതൊക്കെ അതിൻ്റെ റെസ്യൂമിൻ്റെ ഒക്കെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് നമ്മളെ ഈ ഒരു പേര് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ഷാൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഷാൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ അവിടെ പേര് മാറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ഡീറ്റെയിൽസും ഇതിലിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ CV നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കണ്ടോ ഇവിടെ പ്രിപ്പയറിങ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുക. ഫോട്ടോസിൽ നമുക്കിത് സേവായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു
സേവ് ആയി വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഒരുവിധം എല്ലാ ടെംപ്ലേറ്റ്സിൻ്റെയും നമുക്കിത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓരോ കാറ്റഗറീസും എല്ലാ കാറ്റഗറീസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.